ഇത് വടക്കൻ പറവൂർ സ്വദേശിനിയായ സഫ്ന എന്ന 27-കാരി. ആരും അറിയാതെ പോയ സഫ്നയുടെ കഴിവുകൾ കഴിഞ്ഞ ദിവസമാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിയുന്നത്. ഇതോടെ സഫ്ന യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. നാട്ടുകാർക്കിടയിൽ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സഫ്ന. കൂടാതെ വലിയ സൗഹൃദ വലയമുള്ള ആളുകൂടിയായിരുന്നു. ഇതൊന്നും കൂടാതെ ജീവിക്കാനായി സഫ്ന കഷ്ടപ്പെട്ട് പണിയെടുക്കുകയുമായിരുന്നു. വെറും ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ സഫ്ന സമ്പാദിച്ചിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് സഫ്ന പണം കണ്ടെത്താനുള്ള വഴികൾ തേടുന്നത്. എന്തായാലും നമ്മുടെ പുതുതലമുറ പണം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ തേടുമ്പോൾ പണി കൂടുന്നത് കേരള പോലീസിനാണെന്ന് മാത്രം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സഫ്ന ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നത്. കൊല്ലം സ്വദേശിയായ ബദിരനും മൂകനുമായ 30-കാരനുമായുള്ള ആ പരിചയം ഒടുവിൽ പ്രണയത്തിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ ഫോണിലൂടെ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. യുവാവ് കൊച്ചിയിൽ ഫുഡ് ഡെലിവറി ബോയായി ജോലി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും ബന്ധം ഒടുവിൽ വഴിവിട്ട ചാറ്റിംഗിലേക്ക് വരെ എത്തി. ഒരു ദിവസം പെട്ടെന്നാണ് യുവാവിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് സഫ്ന ഒരു സന്ദേശം അയക്കുന്നത്. പനമ്പള്ളിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് വരാമോ എന്നതായിരുന്നു യുവതിയുടെ ആ സന്ദേശം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി യുവാവ് നേരെ യുവതി പറഞ്ഞ പ്രകാരം പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിനടുത്തുള്ള ഹോട്ടലിലേക്ക് വണ്ടിയുമെടുത്ത് പുറപ്പെടുകയായിരുന്നു. ഏകദേശം വൈകുന്നേരം 6:30 യുവാവ് അവിടേക്ക് എത്തുന്നത്. അവിടെ നിന്നുമാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. മുറിയിലെത്തിയതോടെ വാതിൽ തുറന്നത് സഫ്നയായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള യുവതിയുടെ പെരുമാറ്റത്തിൽ യുവാവിന് എന്തോ പന്തികേട് തോന്നുകയായിരുന്നു. ഇത് തനിക്കുള്ള പണിയാണെന്ന ചെറിയൊരു സംശയം തോന്നിയ യുവാവ് നേരെ മുറിക്ക് പുറത്തു കടക്കാനായി ശ്രമിച്ചു. എന്നാൽ അപ്പോഴാണ് കുളിമുറിയിൽ ഒളിച്ചിരുന്ന 4-അംഗ സംഘം പുറത്തേക്ക് ചാടി വന്ന യുവാവിനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ യുവാവിനെ വിവസ്ത്രനാക്കിയ ശേഷം സഫ്നയുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായി നിർബന്ധിച്ചു. കൂടാതെ യുവതിയുമൊത്തുള്ള വീഡിയോകൾ ഇവർ പകർത്തുകയും ചെയ്തു. എന്നാൽ യുവാവ് ഇതിന് കൂട്ടാക്കാതെ വന്നതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ശേഷം യുവാവ് ഉപയോഗിച്ചിരുന്ന UPI ആപ്പ് വഴി ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാനായി ശ്രമിച്ചെങ്കിലും അക്കൗണ്ടിൽ അധികം പണമില്ലാതിരുന്നതിനാൽ ശ്രമം വിജയിച്ചില്ല. തൊട്ടുപിന്നാലെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും പണവും ATM കാർഡുമടക്കം തട്ടിയെടുത്ത് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ താമസ സ്ഥലത്തെത്തിയ യുവാവിനെ സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം യുവാവ് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സഫ്നയെയും മറ്റു പ്രതികളായ അമൽ, അനന്തു, ജോൺ രാഹുൽ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതികളുടെ സംഘത്തിൽ ഉൾപ്പെട്ട എറണാകുളം സ്വദേശിയായ സഞ്ജു ഒളിവിലാണ്. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സമാന രീതിയിൽ പ്രതികൾ മറ്റാരെങ്കിലും ഹണി ട്രാപ്പിൽ പെടുത്തി പണം കവർന്നോ എന്ന് പരിശോധിക്കുന്നുമുണ്ട്. പിടിയിലായ സഫ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെയാണ് പെരുമാറിയത്. നല്ല ഫോട്ടോയല്ലേ, നന്നായി എടുക്കണമേ എന്നൊക്കെയാണ് മാധ്യമ പ്രവർത്തകരോട് യുവതി പറഞ്ഞത്. പോലീസിന് മുന്നിലും യുവതിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല.